കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവിശ്വാസത്തിലൂടെ പുറത്ത്. പോളി കാരാക്കടയ്ക്കെതിരായ LDF ലീഗ് അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ധാരണ പ്രകാരം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറാതിരുന്നതോടെയാണ് പ്രമേയം കൊണ്ടുവന്നത്. ദീപക് മലയമ്മയുടെ വിശദാംശങ്ങളുമായി. ദീപക്, പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച തർക്കം, അതിനൊടുവിൽ പോളി കാരാക്കടയെ പുറത്താക്കുന്ന സാഹചര്യം, ഒടുവിൽ ഇപ്പോഴിത് അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDFും ലീഗും ഒരുമിച്ച് കൊണ്ടുവന്നതാണ്. അതിനെ കോൺഗ്രസ് അംഗങ്ങളും അനുകൂലിച്ചു. വിപ്പ് നൽകിയിരുന്നു അല്ലേ? അതെ വിനീത, വിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. 5 കോൺഗ്രസ് അംഗങ്ങളാണുള്ളത്. അവരോട് ഈ അവിശ്വാസത്തെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്യണം എന്നുള്ളത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൽ ഒരംഗത്തിന്റെ വോട്ട് ഇപ്പോൾ അസാധുവായിട്ടുണ്ട്. ആകെ 13 അംഗ ഭരണസമിതിയിൽ 11 പേർ പ്രസിഡന്റിന് എതിരെ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. പ്രസിഡന്റ് മാത്രം ഈ അവിശ്വാസത്തെ എതിർത്ത് വോട്ട് ചെയ്തു. ഒരാളുടെ വോട്ട് അസാധുവാവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പോലും അവിശ്വാസം പാസ്സായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇനി പോളി കാരാക്കടയ്ക്ക് തുടരാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഭരണസമിതി രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് LDFന്റെയും UDFന്റെയും മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. LDF കണക്ക് കൂട്ടുന്നത് നേരത്തെ തന്നെ 5 അംഗങ്ങൾ LDFനുണ്ട്. ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര മെമ്പർ കൂടിയുണ്ട്. അവരെ കൂടി പിന്തുണ ആർജിക്കാനാവുമെന്ന് LDF കണക്ക് കൂട്ടുന്നു. മറ്റൊന്ന്, ഇന്നിപ്പോൾ അസാധു വോട്ട് രേഖപ്പെടുത്തിയ ആളെ കൂടി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് 7 എന്നുള്ള ആ ഒരു നമ്പറിലേക്ക് എത്തുകയും ഭരണം പിടിക്കാമെന്നുള്ള കണക്കുകൂട്ടലും LDFനെ സംബന്ധിച്ചുണ്ട്. അതേസമയം തന്നെ മറുപക്ഷത്ത് UDF കണക്ക് കൂട്ടുന്നത് ആ വോട്ട്, അസാധുവായ വോട്ട്, അത് പിഴവ് ചെറുതെങ്കിലും ആയി സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് 5 കോൺഗ്രസ് മെമ്പർമാരുണ്ട്. അവരുടെ പിന്തുണ പൂർണ്ണമായും ഉണ്ടാകും. ഒപ്പം തന്നെ ഇനിയിപ്പോൾ അവിശ്വാസം കൊണ്ടുവരാൻ ഇടയാക്കിയ സാഹചര്യം മുന്നണിയിലെ ഈ ധാരണ തെറ്റിച്ചു എന്നുള്ളതാണ്. അതിൽ രമ്യമായ പരിഹാരത്തിലേക്ക് എത്തി ലീഗിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് 7 എന്ന അക്കത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ ഭരണം തുടരാം എന്നുള്ള കണക്കുകൂട്ടലാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഉള്ളത് താനും. എന്തായാലും ഈ അവിശ്വാസ പ്രമേയം LDFും ലീഗും ചേർന്നാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും പിന്നീട് വിപ്പ് നൽകി കോൺഗ്രസ് കൂടി അതിനെ അനുകൂലിക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. ശരി, ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകി.